ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. നമ്മൾ ഓൾറെഡി 2 ചെടിച്ചട്ടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓടുകൊണ്ടുള്ള ഒരു ചെടിച്ചട്ടിയും അതുപോലെ തന്നെ സാധാരണ ആയിട്ടുള്ള തുണി ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെടിച്ചട്ടിയും. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെടിച്ചട്ടിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതുവരെ യൂട്യൂബിൽ ആരും ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഇതെനിക്ക് എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയതാണ്. സംഭവം സക്സസ് ആയി. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്പോഞ്ചൊക്കെ വെച്ചിട്ടാണ്. സാധാരണയായിട്ടുള്ള ഒരു സ്പോഞ്ച് കൊണ്ടാണ് നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്ക്വയർ രൂപത്തിലാണ് നമ്മൾ ഇന്ന് ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്. നമുക്ക് റൗണ്ട് രൂപത്തിലോ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് നേരെ പോവുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസിൽ ഇതുപോലെ അളവൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് 13 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ഇതിൻ്റെ ഉയരം 23 സെൻറ്റിമീറ്ററും മുകളിൽ ഭാഗത്തുള്ള ഒരു വീതി എന്ന് പറഞ്ഞാൽ 18 സെൻറ്റിമീറ്ററുമാണ്. ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി സ്പോഞ്ച് കട്ട് ചെയ്യുന്നത്. സ്പോഞ്ച് 1 ഇഞ്ച് കനത്തിലുള്ള സ്പോഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ സോഫയൊക്കെ ഉണ്ടാക്കുന്ന കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒഴിവാക്കിയ സ്പോഞ്ചായാലും മതി നമുക്ക്. നമ്മൾ ഇതുപോലെ സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. സ്പോഞ്ചിൽ നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചതിന് ശേഷം നമ്മളൊരു കളർ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മളൊരു സ്പോഞ്ചിൽ പരമാവധി എത്രയാണോ കിട്ടുന്നത് അത്രയും നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഒരു ചട്ടി ഉണ്ടാക്കാനായിട്ട് 4 പീസുകളാണ് ഇതുപോലുള്ള പീസ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ 4 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് വെക്കാനുള്ള ഒരു പീസും കൂടി വേണം. അതിന് ഇതുപോലെ 11 സെൻറ്റിമീറ്റർ വീതി നീളമുള്ള ഒരു സമചതുരം നമ്മൾ വെട്ടിയെടുത്തു ഒരു കാർഡ്ബോർഡിൽ. എന്നിട്ട് അതും ഇതുപോലെ തന്നെ ഒരു സ്പോഞ്ചിൽ വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പീസും ഈ 11 സെൻറ്റിമീറ്റർ വീതി നീളമുള്ളൊരു പീസും അതുപോലെ തന്നെ മറ്റേ നേരത്തെ നമ്മൾ കട്ട് ചെയ്തൊരു ചട്ടിയുടെ ഷേപ്പിലുള്ള ഒരു പീസ് 4 എണ്ണമാണ് നമുക്ക് വേണ്ടത്. മൊത്തത്തിൽ 5 പീസാണ് ചട്ടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതുപോലെ സ്പോഞ്ച് കൊണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യുക. അപ്പോൾ നമ്മളതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെറിയ ചട്ടി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ അളവൊക്കെ മാർക്ക് ചെയ്ത് അതിൻ്റെ നേരെ ചെറിയൊരു രൂപം കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമ്മളൊരു ചെറിയ ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ടാണ് ഇതുപോലെ ഈ ഒരു അളവ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരു സ്പോഞ്ചിലൊക്കെ വെച്ച് നമ്മൾ ഇതുപോലെ പരമാവധി നമുക്ക് കിട്ടുന്ന പീസുകളൊക്കെ കട്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് 6 സെൻറ്റിമീറ്റർ വീതി നീളമുള്ള ഒരു പീസും കൂടി കട്ട് ചെയ്യണം. അത് നമ്മൾ ഇതുപോലെ മൊത്തത്തിൽ നമ്മൾ 4 ചട്ടിയാണ് ഉണ്ടാക്കുന്നത്. 3 ചെറിയ ചട്ടികളും ഒരു വലിയ ചട്ടികളും. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായ സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ചട്ടി ഉണ്ടാക്കാനായിട്ടുള്ള പീസ് 4 വലിയ പീസും അതുപോലെ തന്നെ ഒരു ചെറിയ പീസും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതുപോലെ കുറച്ച് ഈർക്കിളികൾ വേണം. നമുക്കിതൊക്കെ തമ്മിൽ ജോയിൻ്റ് ആക്കാനാണ്. അപ്പോൾ കുറച്ച് ഈർക്കിളി എടുത്തു വെച്ചു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ചട്ടിയിൽ നമുക്ക് കുറച്ച് സിമെൻറ്റ് മിക്സ് ചെയ്യാണ് വേണ്ടത്. സിമെൻറ്റ് നമ്മൾ മിക്സ് ചെയ്യുന്നത് നല്ല ടൈറ്റായിട്ട് ഒരു ക്രീം രൂപത്തിൽ, ക്രീമിനേക്കാളും കുറച്ചൊരു ലൂസായിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്യുന്നത്. ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു രൂപത്തിലാക്കിയെടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മളൊരു പേപ്പർ വിരിച്ചിട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്പോഞ്ച് സിമെൻറ്റിൽ മുക്കിയതിന് ശേഷം വെക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇത് മാറ്റി വയ്ക്കുക. ഇത് ഏറ്റവും അവസാനം മതി. അപ്പോൾ അത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പീസുകളൊക്കെ നമ്മൾ സിമെൻറ്റിലൊന്ന് മുക്കിയെടുക്കുകയാണ് വേണ്ടത്. ബാക്കിയുള്ള 4 പീസുകളും നമ്മൾ സിമെൻറ്റിലൊന്ന് മുക്കി സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ പീസുകളും നമ്മൾ സിമെൻറ്റിലൊന്ന് മുക്കി റെഡിയാക്കി എടുക്കുക. നമ്മൾ നന്നായിട്ട് സിമെൻറ്റ് കൂട്ടിയാൽ നല്ല ഒരു ഹാർഡ്നെസ് ഉണ്ടാവുള്ളൂ നമ്മുടെ ചട്ടിക്ക്. അപ്പോൾ നിങ്ങൾ സിമെൻറ്റ് നന്നായിട്ട് കൂട്ടിയതിന് ശേഷം സെറ്റാക്കി എടുക്കാം. നമ്മൾ ഇതുപോലെ എല്ലാം അതുപോലെ തന്നെ സിമെൻറ്റിൽ മുക്കി ഈ ഒരു പീസ് നമുക്ക് ഇനി ഒന്ന് മാറ്റി വെക്കാം. ബാക്കിയുള്ള പീസുകളും നമുക്ക് ഇതുപോലെ തന്നെ സിമെൻറ്റിലൊന്ന് മുക്കിയെടുക്കണം. നമുക്ക് ഇനി ഇതും ഒന്ന് മാറ്റി വെച്ച് ബാക്കി 2 എണ്ണം കൂടി ഉണ്ട്, അതും സെറ്റാക്കി ഒന്ന് എടുക്കണം. നമ്മൾ ആ സിമെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സിമെൻറ്റ് മിക്സ് ചെയ്തതിന് ശേഷം അതിലാണ് നമ്മൾ മുക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ 4 പീസുകളാണ് 4 പീസും നമ്മൾ സെറ്റാക്കി എടുത്തു. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു രീതിക്ക് നമ്മളൊരു പീസ് വെച്ചു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ ഒരു പീസ് വെച്ചു. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു പീസും കൂടി വെച്ചു. എന്നിട്ട് നമുക്ക് ഈർക്കിൾ ഉപയോഗിച്ച് ഇതൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്തും കൂടിയും കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഈർക്കിൾ ഉപയോഗിച്ച് ഇതുപോലെ അങ്ങ് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് ജോയിൻ്റ് ആയിക്കോളും. ഇതുപോലെ തന്നെ നമുക്ക് പരമാവധി ഈർക്കിളൊന്ന് കുത്തി കൊടുക്കണം. മുഴുവനായിട്ടും കുത്തി വെക്കണ്ട. നമ്മൾ കുറച്ചൊരു പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രൂപത്തിൽ വെച്ചാൽ മതി.
അതുപോലെ തന്നെ എല്ലാ ഈർക്കിളും സെറ്റാക്കി നല്ല രീതിയിൽ ജോയിൻ്റ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സെറ്റാക്കാനായിട്ടാണ്. അപ്പോൾ ഇതുപോലെ വെക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ 4ാമത്തെ പീസും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് അതും കൂടി ജോയിൻ്റ് ആക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് റൗണ്ടിലുള്ളൊരു ചെടിച്ചട്ടിയാണ് ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിതുപോലെ നീളത്തിലൊരു സ്പോഞ്ചിൻ്റെ പീസ് എടുത്ത് അതുപോലെ റൗണ്ട് ചുറ്റി കൊടുത്താൽ മതി. എന്നാലും നമുക്ക് റൗണ്ടിലുള്ള നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ സ്ക്വയറാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ ഈർക്കളൊക്കെ കുത്തി നന്നായിട്ട് സെറ്റാക്കി എടുക്കണം. ഈർക്കുളോ ബാമ്പൂ സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ ആയാലും മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം സെറ്റാക്കിയിട്ട് നല്ല രീതിയിൽ ഈർക്കളൊക്കെ കുത്തി നല്ല രീതിയിൽ സെറ്റാക്കി രൂപത്തിൽ വൃത്തിയുള്ള രൂപത്തിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ സ്പോഞ്ചിൽ ഈർക്കിളി കുത്താനായിട്ട്. ഇനി നമ്മൾ നീർത്തി വെച്ചതിന് ശേഷം ഒരു ഭാഗം കൂടി നമുക്ക് ഈർക്കിളി കുത്താനായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഈർക്കിളി ഉപയോഗിച്ചൊന്ന് സെറ്റാക്കി ജോയിൻറ്റ് ചെയ്തെടുക്കാം. നമുക്ക് അടിഭാഗം നമുക്ക് ജോയിൻ്റ് ആക്കാനുണ്ട്. അടിഭാഗത്തേക്കുള്ള പീസ് ഇപ്പോഴും നമ്മൾ സിമെൻറ്റിൽ മുക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തും കൂടി ഇതുപോലെ ഈർക്കിളി ഉപയോഗിച്ച് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തൊരു 5ാമത്തെ പീസ് എടുത്തു. അതും നമ്മൾ ഇതുപോലെ സിമെൻറ്റിൽ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് വെച്ച് അമർത്തി കൊടുക്കുക. എന്നിട്ട് സൈഡിലൂടെ നമുക്ക് ഈർക്കിളി ഉപയോഗിച്ച് ഒന്നുകൂടി ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി വെച്ചു. ഇനി ഒരു ഈർക്കിളി എടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് കയറ്റി കൊടുക്കുക. അതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഇതുപോലെ കയറ്റി കൊടുത്താൽ നല്ല രീതിക്ക് ജോയിൻ്റായി ഇരുന്നോളും. ഇതുപോലെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ടൈറ്റ് ആവുന്ന രീതിയിലൊക്കെ ഈർക്കിൾ ഉപയോഗിച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചെറിയ ചട്ടികളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതും എല്ലാം സിമെൻറ്റിൽ മുക്കി സെറ്റാക്കിയിട്ട് ഈർക്കിൾ ഉപയോഗിച്ച് ഒന്ന് കണക്ട് ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ ചെറിയ ചെടിച്ചട്ടി ഉണ്ടാക്കാനാട്ടോ നല്ല സിമ്പിളായിട്ട്. നമുക്ക് വലിയ ചെടിച്ചട്ടി കുറച്ചൊരു റിസ്ക് ആയിരുന്നു. അതിനേക്കാളും വലിയ ചെടിച്ചട്ടീനേക്കാളും നോക്കുമ്പോൾ ഈ ഒരു ചെറിയ ചട്ടിയാണ് ഉണ്ടാക്കാനായിട്ട് സിമ്പിൾ. അപ്പോൾ നമ്മൾ ഇനി ഇതുപോലെ കുറച്ച് സിമെൻറ്റും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തും പുറത്തുമൊക്കെ നന്നായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് ജോയിൻറ്റിലൊക്കെ നന്നായിട്ട് സിമെൻറ്റൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. എല്ലാതിൻ്റെയും നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വൃത്തി ഉണ്ടാവും. നമ്മൾ ഇതുപോലെ എല്ലാത്തിൻ്റെയും അകത്തും നല്ല രീതിയിൽ തേച്ച് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ സിമെൻറ്റ് കുറച്ചൊരു ഒന്ന് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതുപോലെ എല്ലാത്തിൻ്റെയും മുകളിൽ സ്പോഞ്ചിലോട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, സിമെൻറ്റ് വെള്ളം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി വരുമ്പോൾ നല്ല ടൈറ്റായിരിക്കുന്നോളും. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാത്തിലും നമ്മൾ സിമെൻറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു വെള്ളം ഉണങ്ങുന്ന ടൈമിൽ നല്ല രീതിയിൽ സിമെൻറ്റ് അതിൽ പിടിക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ലോണം സിമെൻറ്റ് കലക്കിയതിന് ശേഷം ഇതിലോട്ടൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ ചട്ടികളൊക്കെ. അപ്പോൾ നമുക്ക് ഇത് നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ജോയിൻറ്റിലൊക്കെ നമുക്ക് സിമെൻറ്റ് ഇല്ലാത്ത ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സിമെൻറ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ഇതിപ്പോൾ നല്ല ഹാർഡായിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം കഴിഞ്ഞു, നിങ്ങൾക്ക് നോക്കിയിട്ട് തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ ഹാർഡായിട്ടുണ്ട്. സിമെൻറ്റൊക്കെ ഉറച്ച് നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് കുറച്ച് സിമെൻറ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കവറിലാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത്. സിമെൻറ്റ് ഒരു ക്രീം രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ജോയിൻറ്റിലും അതുപോലെ തന്നെ ഈ ഒരു ജോയിൻ്റ് ആവാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ നന്നായിട്ടും സിമെൻറ്റ് തേച്ച് കൊടുക്കുക. കൈ ഉപയോഗിച്ച് തന്നെ നല്ലതായിട്ടും തേച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ തൊട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ലൈക്കും കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സിമെൻറ്റ് തേച്ച് കൊടുത്തു. ഇതുപോലെ തന്നെ എല്ലാ ചട്ടിയുടെയും തേച്ച് കൊടുക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഈർക്കളൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഒരു മുകളിലോട്ട് ഉയർന്നു നിൽക്കുന്ന ഭാഗം ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ അങ്ങ് വെച്ച് ഒടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പൊട്ടിക്കോളും. എന്നിട്ട് ആ ഒരു ഹോളിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സിമെൻറ്റും കൂടി തേച്ച് കൊടുത്താൽ നല്ല വൃത്തിയായിക്കോളും. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ ഈർക്കളും പൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഒരു ദിവസം കഴിഞ്ഞാൽ ആ ഒരു സിമെൻറ്റൊക്കെ ഉണങ്ങി ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ചട്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പെയിൻറ്റൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഇതുപോലെ തന്നെ വെക്കുകയാണ്.
നമുക്ക് സിമ്പിളായിട്ട് ഒരു ചട്ടി ഉണ്ടാക്കണം. ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഒരു വേറെ ചട്ടി ഇട്ട് അതിൻ്റെ അകത്ത് സിമെൻറ്റ് തേച്ചിട്ടൊന്നും അല്ല നമ്മളിത് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ചെയ്യാം, പുതിയൊരു ഐഡിയ ആണ്. നമ്മൾ ഇതുപോലെ ആ ഒരു സിമെൻറ്റിൽ മുക്കിയ ഒരു സ്പോഞ്ചിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആ ഒരു ചട്ടി ഉണ്ടാക്കിയ ടൈമിൽ ഉണ്ടാക്കി വെച്ചാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ഉറപ്പ് ടെസ്റ്റ് ചെയ്യണം. ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിമെൻറ്റ് കട്ട എങ്ങനെയുണ്ടോ ആ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ ഒരു ഹാർഡ്നെസ്. ആ ഒരു സ്പോഞ്ച് നന്നായിട്ട് സിമെൻറ്റ് കുടിച്ചതിന് ശേഷം പിന്നെ ഉണങ്ങിയ ടൈമിൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതിൽ സ്പോഞ്ചിൻ്റെ കുറച്ചൊരു ഡിസൈനൊക്കെ ഉണ്ട്. സ്പോഞ്ച് തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൽ മണ്ണൊക്കെ നിറച്ച് ചെടിയൊക്കെ ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മളിതുപോലെ ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മണ്ണൊക്കെ നിറച്ചെടുക്കണം. മണ്ണ് ഇത് നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചട്ടിയിൽ മണ്ണ് നിറച്ചു, അതുപോലെ തന്നെ 3 ചട്ടിയും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് മണ്ണ് നിറച്ച് സെറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ചെടികൾ നമ്മൾ കയ്യിലുള്ള ഓരോ ചെടികളൊക്കെ നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കണം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വ്യത്യസ്തമായൊരു വീഡിയോ, നമ്മൾ ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ട് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് പോയിട്ട് എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.